إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇന്ന് എന്തെല്ലാം നമ്മുടേതായിട്ടുണ്ടോ അത് മുഴുവനും നമ്മുടേതല്ലാത്തതാകുന്ന സമയം നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനം നിൽക്കുമ്പോഴാണ്. ഹൃദയത്തിൻ്റെ താളം നിൽക്കുന്നതോടുകൂടി, ഹൃദയത്തിൻ്റെ മിടിപ്പ് അവസാനിക്കുന്നതോടുകൂടി നമുക്ക് എന്തെല്ലാം നമുക്ക് ഇന്നുണ്ടോ അത് മുഴുവനും നമ്മുടേതല്ലാതെയായി മാറും. ആ മിടിപ്പ് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല. റബ്ബ് എപ്പോൾ അത് നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ആ സമയത്ത് കൃത്യമായ ആ സെക്കൻഡിൽ അത് നിന്നിരിക്കും. നമ്മൾ പറയും, ഒന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ, അതിനുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിനെയൊക്കെ ഒരു രോഗം സുഖപ്പെടാനുള്ള കൊടുക്കുന്ന മരുന്നിൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി. ആര് തന്നെയുണ്ടെങ്കിലും, എന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും, എത്രയാളുകൾ നമ്മളെ താങ്ങാനുണ്ടെങ്കിലും അള്ളാഹു കൃത്യമായി നമ്മുടെ ഹൃദയം നിലക്കാൻ തീരുമാനിച്ച സമയത്ത് അത് നിന്നിരിക്കും. പിന്നീട് ഒരു ശ്വാസം പോലും നമുക്കധികമായി ലഭിക്കില്ല. ആ ഒരു സമയത്തെ ഏത് സമയത്തും പ്രതീക്ഷിക്കണം, കാത്തിരിക്കണം. എപ്പോൾ അത് വരുമെന്നറിയില്ല. ഒട്ടനവധി ആളുകളെ, ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ളവരെ, കായിക താരങ്ങളെ, ശരീരത്തിന് നല്ല പവറുള്ള ആളുകളെ, ശരീരത്തിൻ്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട കുഴലുകളിൽ ഒരു കൊഴുപ്പുമില്ല എന്ന്, ഹാർട്ടിനൊരു അസുഖവുമില്ല എന്ന്, ഉണ്ടാകാതിരിക്കാൻ ദിനേന രാവിലെ നടക്കുന്നവർ, ഓടുന്നവർ, വ്യായാമങ്ങൾ ചെയ്യുന്നവർ, ആരോഗ്യം സംരക്ഷിക്കുന്നവർ, ഭക്ഷണത്തിൽ ക്രമീകരണങ്ങളുള്ളവർ, വർഷങ്ങളായി പൂതിയുള്ള ആഗ്രഹമുള്ള പല ഭക്ഷണങ്ങളും വേണ്ട എന്ന് വെച്ചവർ, ഇങ്ങനെ പലരും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നമ്മുടെ മുന്നിൽ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്.
ഖലക്കൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ, ജീവിതവും മരണവും പരീക്ഷണമാണെന്ന് പറഞ്ഞത്, ഈ മരണങ്ങൾ പലതും നമുക്കൊരു വലിയ പരീക്ഷണമാണ്, തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് ഈ ഹൃദയത്തിന്റെ താളം നിയന്ത്രിക്കുന്ന റബ്ബ്, ഹൃദയം നൽകിയ റഹ്മാനായ റബ്ബ് 132 തവണയാണ് അവന്റെ കലാമിലൂടെ, അവന്റെ സംസാരത്തിലൂടെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തന്നത്. അതിൽ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ട 22 തരം കൽബുകളുണ്ട്. അത് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞത്, ഒരു പക്ഷേ നമ്മളത് കേൾക്കാതെ പോകുമ്പോൾ അതിൽ വല്ലതും ബാക്കിയാക്കിയാൽ ബാക്കിയുള്ളത് കേൾക്കാൻ ഒരു പക്ഷേ നമുക്ക് ആയുസ് ലഭിച്ചില്ലെങ്കിലോ? നമ്മുടെ മരണശേഷം നമ്മുടെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ഹൃദയത്തിന്റെ അവസ്ഥയാണ് സഹോദരങ്ങളെ. നമ്മുടെ കയ്യോ കാലോ പണമോ സമ്പത്തോ അധികാരമോ മക്കളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. മരണത്തിന് ശേഷം നമ്മുടെ അവസ്ഥ തീരുമാനിക്കുന്നത് അവസാനമായി നിലച്ചുപോയ ആ ഹൃദയത്തിന്റെ അവസ്ഥ നമുക്ക് എങ്ങനെയായിരുന്നു മരിക്കുന്നത് വരെ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, നമ്മുടെ രൂപഭാവങ്ങളിലേക്കല്ല. അതുകൊണ്ട് ഇന്ന് പറയുന്നത് നിർബന്ധമായും നാം ചേർത്ത് പിടിക്കേണ്ട 12 തരം ഹൃദയങ്ങളുണ്ട്. അതിൽ ഞാൻ 6 പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, അതെന്താ 22 കഴിഞ്ഞ ആഴ്ച മുഴുവനും പറഞ്ഞു തീർത്തു, എന്നാൽ ആ 12 6 പറഞ്ഞാൽ 6 ബാക്കി കേൾക്കാൻ അടുത്ത ആഴ്ചക്ക് ആയുസില്ലെങ്കിലോ? വ്യത്യാസമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ 12 ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ്. അതേ സമയത്ത് ഒഴിവാക്കേണ്ട 22 ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, 22 ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ബാക്കി ഈ പറയുന്ന ചേർത്ത് പിടിക്കേണ്ട 12 ഉണ്ടായിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. അതുകൊണ്ടാണ് കഴിഞ്ഞത്തെ ഖുതുബയിൽ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആ 22 അവസ്ഥകളെക്കുറിച്ച് കേൾപ്പിച്ചത്. ഇന്ന് നാം ചേർത്ത് പിടിക്കേണ്ട, നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട 12 തരം ഹൃദയങ്ങളുണ്ട്. റഹ്മാനായ റബ്ബാണ് അത് പറഞ്ഞു തന്നത് അവന്റെ വാക്കിലൂടെ. അതിൽ 6 ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തേത് ഖൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഖൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് ചെക്കപ്പ് നടത്തി ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹൃദയം എന്നല്ല പറഞ്ഞത്. മറിച്ച് ഖുർആനിൽ പറഞ്ഞ ഖൽബുൻ മരീദ് കഴിഞ്ഞ ഖുതുബയിൽ കേൾപ്പിച്ചല്ലോ. രോഗമുള്ള ഹൃദയം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ നേരെ വിപരീതം രോഗമില്ലാത്ത ഖൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് രോഗം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഖുതുബയിൽ. ഷിർക്കും കുഫറും നിഫാഖും ഇസ്യാനും ഇതൊക്കെ രോഗാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഒരു ഇസ്യാൻ, നമ്മളൊരു ഫാസിഖാണെങ്കിൽ, അതുള്ള ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചു വരും. ഒരു ചെറിയ തെറ്റ് ചെയ്യണോനെ ആ തെറ്റ് കൂടി 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 വരെ ചെയ്യാം. അതുകൊണ്ട് അത് വർദ്ധിക്കുമെന്നുള്ള പറഞ്ഞു. ഇതില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൃദയമാണ് ഖൽബുൻ സലീം. സഹോദരങ്ങളെ, ആ ഹൃദയമുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ, നമ്മളെ മാനം കാക്കാൻ കഴിയുള്ളൂ. അതെന്താ അങ്ങനെ മാനം കാക്കാൻ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര സൂക്ഷ്മതയിലാ ജീവിച്ചത്. ആ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ സൂറത്ത് ശുഅറയിൽ പറയുന്നുണ്ട്. അത് പറയുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ ചില ആത്മഗതങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പുറമെ ഇബ്രാഹിം നബി ഇങ്ങനെ പറയുന്നു, സ്വന്തമായി പറയുന്നു, ആത്മഗതം ചെയ്യുന്ന ചില വാക്കുകൾ കൂടിയുണ്ട്. കാണാം നമുക്ക്. ഞാൻ ഓതി വെച്ച ആയത്താണ്. വലാ തുഹ്സിനി യൗമ യുബഅഥൂൻ. റബ്ബേ, നിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ. നിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ, എന്നെ അപമാനിതനാക്കല്ല പടച്ചോനെ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. എന്റെ മക്കളോ എന്റെ മുതലോ എനിക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണെന്ന്. എനിക്ക് എന്തുണ്ടായത് കൊണ്ടും കാര്യമില്ല, എന്റെ മക്കളോ എന്റെ മുതലോ മാനക്കേടിൽ നിന്ന് എന്നെ കാക്കൂല.
ദുനിയാവിൽ വാപ്പയുടെ മാനം ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ മക്കൾ വെറുതെ നിൽക്കില്ല. മാനം കെടുന്നൊരവസ്ഥ ദുനിയാവിലുണ്ടെങ്കിൽ ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ മുഴുവൻ സമ്പത്തും എഴുതി കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. അതുകൊണ്ടാണ് ഇപ്പൊ വിലപേശൽ നടക്കുന്നത്. ഇന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഇന്ന സ്ഥലത്തുള്ളതുണ്ട്, ഇന്ന നഗ്ന ഫോട്ടോ ഉണ്ട്, ഇന്ന കാര്യമുണ്ട്. ട്രാപ്പിൽ പെടുത്തുന്നത് എന്തുകൊണ്ടാ? അപ്പോ വിലപേശുമ്പോ മക്കളറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, ഭാര്യ അറിഞ്ഞാൽ, കുടുംബം അറിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നെന്നറിഞ്ഞാൽ, അതുകൊണ്ട് ഇതിപ്പം പ്രചരിപ്പിക്കും, ഇതാളുകൾ അറിയും. ഭീഷണിപ്പെടുത്തുമ്പോ ചോദിക്കാണ്, ലക്ഷങ്ങൾ കൊടുക്കാണ് ചില ആളുകൾ. കോടികൾ, വലിയ വലിയ കച്ചവടക്കാർ കോടികൾ കൊടുത്തു. എന്തിന്റെ പേരിൽ? പെട്ടെന്നൊരു കോടീശ്വരൻ ദരിദ്രനായി മാറി. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും കേസ് കൊടുക്കുന്നതും പോലീസ് പിടിക്കുന്നതും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്നാൽ അറിയാതെ പോയ എത്ര കേസുണ്ടെന്നറിയോ? ഒരാളോട് പറയാതെ എത്ര പാമ്പും കോണിയും കളിച്ച് 99 നിന്ന് 0 വന്ന പോലെ വന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? മാനം കാക്കാൻ പണം കൊടുത്തവർ, സമ്പാദ്യം കൊടുത്തവർ, ഒരായുഷ്കാലത്തെ പണം മുഴുവനും കൊടുത്തവർ. അല്ലാഹു പറയാ, വലാ തുഹ്സിനി യൗമ യുബഅഥൂൻ. ദുനിയാവിലേതല്ല, നാളെ പരലോകത്തെ മാനം കടല, ഏറ്റവും വലിയ മാനം കടൽ. പടച്ചോനെ, അന്ന് എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ. ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. എന്റെ മക്കളെ കൊണ്ട് കഴിയില്ല, എന്റെ മുതൽ കൊണ്ട് കഴിയില്ല. ഇല്ലാ മൻ, ഒരാൾക്ക് മാത്രം. ആരാണ്? അത്തല്ലാഹ, അള്ളാന്റെ അടുക്കലേക്ക് അവൻ എത്തിയത് ബിഖൽബിൻ സലീം, കൽബുൻ സലീമുമായി വന്നവനാ. കൽബുൻ സലീമുമായി വന്നവൻ ഒഴികെ ഒരാൾക്കും രക്ഷയില്ലാത്ത ദിവസമാണെന്ന്. അതാണ് കൽബുൻ സലീം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരമൊരു സലീമായ ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ഇത് നിലക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം. ഇബ്രാഹിം നബി ഇത് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ഹൃദയം എങ്ങനെയായിരുന്നു? അല്ലാഹ് പറയുന്നുണ്ട്. നമ്മളെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഒരു സർട്ടിഫിക്കറ്റും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബിയെ പറ്റി അല്ലാഹ് പറയാ ഖുർആനിൽ, ഇബ്രാഹിം നബിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ ഇബ്രാഹിം നബിയെ പറഞ്ഞത് കേട്ടോളൂ. എന്താ പറഞ്ഞത് അല്ലാഹ്? വ ഇന്ന മിൻ ശിഅതിഹി ഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി ആരാന്നറിയോ? ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണെന്ന് അല്ലാഹ് പറഞ്ഞത്. കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി എന്ന് അല്ലാഹ് ഖുർആനിൽ പറയാ. ആ ഇബ്രാഹിം നബിയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചോനെ പറയുന്നത്, പടച്ചോനെ കൽബുൻ സലീമുമായിട്ട് അല്ലാതെ വന്നാൽ രക്ഷയില്ല എന്ന്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കൽബുൻ സലീം. 2, കൽബുൻ മുനീബ്, വിനയമുള്ള താഴ്മയുള്ള ഹൃദയം. ഒരാളുടെ മുന്നിലും ഏറരുത്. ഹൃദയത്തിന്റെ അവസ്ഥക്കനുസരിച്ച് നമ്മളെ പ്രവർത്തനം ഉണ്ടാകുക. നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ താഴ്മയോടെ ജീവിക്കാം. അള്ളാഹു പറയാണ്, നാളെ നരകത്തിൽ മനുഷ്യന്മാരിങ്ങനെ കിടന്ന് നിറയുന്ന സമയത്ത് സൂറത്ത് ഖാഫിൽ അല്ലാഹ് പറയാ, നരകം ചോദിക്കും ഫഹൽ മിൻ മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോന്ന്. നരകം ലഅംലഅന്ന ജഹന്നം, നരകം നിറയും. എന്നിട്ട് നരകം ഇങ്ങനെ കത്തിജ്വലിച്ചിട്ട് നരകം ഇങ്ങനെ തിളച്ചു മറിയുന്ന നരകം ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫഹൽ മിൻ മസീദ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ആ നരകത്തിൽ നിന്ന് ആരാ രക്ഷപ്പെടുന്നറിയോ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ അവസ്ഥയിൽ ഭയപ്പെട്ടു, അങ്ങനെ ജീവിച്ചു. വജാഅ ബിഖൽബിൻ മുനീബ്, അങ്ങനെ മരിച്ചവൻ അവിടേക്ക് എത്തിയത്, ഇവിടെ നിന്ന് ഹൃദയം നിലച്ച് മരിച്ച് അവിടേക്ക് എത്തിയത് കൽബ് മുനീബായിട്ട. ആ നിന്ന ഹൃദയം, മിടിപ്പ് അവസാനിച്ച ഹൃദയം കൽബുൻ മുനീബായിരുന്നു, താഴ്മയുള്ള ഹൃദയമായിരുന്നു. ഉദ്ഖുലുഹാ ബിസലാം, ആ മനുഷ്യനോട് പറയും, സമാധാനത്തോടെ പ്രവേശിച്ചോ. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് സ്ഥിരവാസത്തിന്റെ ദിവസമാണ്. ഇനി ഇവിടുന്ന് മാറൂല, ഇവിടുന്ന് പോകേണ്ടി വരില്ല. ഇവിടുത്തെ അനുഗ്രഹങ്ങൾ നിന്നു പോകൂല. ഇവിടെ ഒരാൾ മാനം കെടുത്താൻ വരൂല. ഇവിടെ ഒന്നും നഷ്ടപ്പെടൂല, ഒരു സമ്പാദ്യവും പോകൂല, ഒരു മാറ്റവും ഉണ്ടാകൂല. ഇത് നിത്യവും ഇതുപോലെ നിലനിൽക്കും. എന്തിനാത് പറഞ്ഞത്? ദുനിയാവ് നേരെ വിപരീത.
ഇവിടെയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഹുലൂദല്ല, എപ്പോൾ അവസാനിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ കൽബിന് മുനീബായിരിക്കണം. 3, ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് സമാധാനമടയുന്ന ഹൃദയം. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ എന്ന് ചിന്തിക്കണം. പല പ്രശ്നങ്ങളും ദുനിയാവിലുണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, ഇത് പറയുന്ന സ്ഥലം മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചിട്ട് ഞാൻ മുസ്ലിമാണ് മുഅ്മിനാണെന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം. പറഞ്ഞാൽ കൊല്ലും. വാളിന്റെ മുനയിൽ നിർത്തിയിട്ട് ചോദിക്കും, മുസ്ലിമാണോ മുഅ്മിനാണോ? ആണെന്ന് പറഞ്ഞാൽ അപ്പം കൊല്ലും. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഉള്ളിൽ ഈമാനുണ്ട്, അതിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലാഹ് പറയാം. ആ വിഷയം പറയുമ്പോൾ അല്ലാഹ് പറയാ, ഏത് പ്രതിസന്ധിയിലും മുത്മഇന്നും ബിൽ ഈമാൻ എന്ന ഹൃദയമുണ്ടോ? ചില ആൾക്കാര് ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ലാഹ് പറഞ്ഞു, അവർക്ക് അതുകൊണ്ട് അവർ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. ഈ വിഷയം പറയുന്നിടത്ത് അല്ലാഹ് ഇത് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള പാഠം, നമുക്കിന്ന് അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസത്തിലും സമാധാനമടയാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇതെങ്ങനെ കിട്ടുക? അതാണ് അല്ലാഹ് തുടർന്ന് പറഞ്ഞത്. അല്ലാഹ് സക്കീനത്ത് ഇറക്കി കൊടുക്കും. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഈമാനുള്ളവരെ കൽബിലേക്ക് അല്ലാഹ് സക്കീനത്ത് ഇറക്കി കൊടുക്കും. ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, അവർക്ക് ഈമാന്റെ മേലെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ചില മനുഷ്യന്മാരെ ഹൃദയം ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ കൊണ്ട് മുത്മഇന്ന, ഈമാൻ ഉണ്ടെങ്കിൽ സമാധാനമുള്ള ഹൃദയം ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളുള്ള ഹൃദയമൊന്നും ഉണ്ടാവില്ല. സമാധാനമടയാൻ കഴിയും റബ്ബിന്റെ തീരുമാനത്തിലൊക്കെ. എന്നാൽ ഇതെങ്ങനെ കിട്ടും? കിട്ടാൻ അല്ലാഹു തആല പറഞ്ഞു, നമ്മളെപ്പോഴും ആലോചിക്കുക, അത്തരം ഒരു ഹൃദയമാണോ? അറാബികളായ ആളുകൾ ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കിയവർ വന്നു, പക്ഷേ അങ്ങോട്ട് ഉറക്കണില്ല. എന്തിനാ അല്ലാഹ് പറഞ്ഞത്? നമ്മളൊക്കെ ചിന്തിക്കാനാ. കാലത്തിൽ അറാബു ആമന്ന, അവർ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്. അല്ലാഹ് പറഞ്ഞു, കുല്ലം തുഅ്മിനു, മുഅ്മിനാന്ന് പറയണ്ട, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി. എന്താ കാരണം എന്നറിയോ? വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആ രൂപത്തിൽ ഈമാനാണ്ട് കടന്നിട്ടില്ല. ഈമാൻ ഹൃദയത്തിലേക്ക് ഉറച്ച രൂപത്തിൽ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് കടന്നോനെ മുഅ്മിൻ എന്ന് പറയുള്ളൂ. എല്ലാത്തോ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി. റേഷൻ കാർഡിൽ മുസ്ലിമാണ്, ആധാറിൽ മുസ്ലിമാണ്, SSLC ബുക്കിൽ മുസ്ലിമാണ്, മതം ഇസ്ലാമാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഈമാൻ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, വഹി ഇറങ്ങുന്ന കാലമായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ വഹിയൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇതിൽ ഏതിലാ പെടുക? നമ്മൾ ആധാറിലും നമ്മളെ രേഖയിലും മാത്രം മുസ്ലിം എന്നുള്ളത്, അങ്ങനെ ഒരു മുസ്ലിമായിട്ട് മരിച്ചു പോകുമോ? അതല്ല ഈമാൻ ഹൃദയത്തിലേക്ക് കടന്ന് ഒരു മുഅ്മിനായിട്ട് മരിക്കാൻ പറ്റുമോ? ഇത് നിലക്കണതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. നാലാമത്തേത് റബത്തിന അലാ ഖുലൂബിഹിം, അത് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയണം. അതാണ് നാലാമത്തേത്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നാടും വീടും വിട്ട് പോന്നവരാ. നാട്ടിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം ഉണ്ടായി. അവര് തുറന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അള്ളാഹ് എന്താ ചെയ്തെന്നറിയോ? അവരുടെ ഹൃദയങ്ങൾക്ക്, കൽബുകൾക്ക് ഐക്യം നൽകി. വറബത്തിന അലാ ഖുലൂബിഹിം വറബത്തിന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളെ റബ്ബ് ആകാശഭൂമികളെ റബ്ബാണെന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ധൈര്യസമേതം നട്ടല് നിവർത്തി പറഞ്ഞു. അതാണ് കാമു എന്ന് പറഞ്ഞാല്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കാമു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. എഴുന്നേറ്റ് നിന്ന് അവർ പറഞ്ഞു എന്നാ. അണ്ട് അങ്ങനെ പറയാൻ ഇരുന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ കാമു എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ആരെയും ഭയപ്പെടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ പിന്നെ സംശയിക്കുന്ന കൽബുണ്ടാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. ഹൃദയം നിരക്കണ സമയത്ത് അതിന് തന്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയണം. അല്ലാഹ് പറയാ, അങ്ങനെ പറഞ്ഞു ചെറുപ്പക്കാര്. ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബു സമാവാതി വൽ അർദ്. എന്താണ് പറഞ്ഞ ആശയം? ലൻ നദ്ഉവ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ,
അള്ളാഹുവിന് പുറമെ ഒരാളോടും ഞങ്ങൾ ദുആ ചെയ്യില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് അതിരി വിട്ട് പറഞ്ഞവരായി പോകും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞവരായി പോകും. അപ്പൊ അള്ളാഹ് പറയാ, അവർക്ക് അല്ലാഹു തആല മനസ്സിന് കെട്ടുറപ്പ് നൽകി, ഐക്യം നൽകി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദായിമാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരേ മനസ്സ്, പിന്നെ അതിൽ പിന്നെ ഒരു സംശയമൊന്നും വേണ്ട, ആരും സംശയം വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരേ ഹൃദയമായിരിക്കണം, ഒരേ ചിന്താഗതി, ഒരേ കൽബായിരിക്കണം. അതിൽ പിന്നെ ഇങ്ങനെ മാറി മാറി പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ചേർക്കുന്ന ഏത് പ്രയാസം, മനസ്സ് പതറിപ്പോകുന്ന രംഗത്ത് മൂസാ നബിന്റെ ഉമ്മാനെ പറ്റി അള്ളാഹ് പറയാം. ഫിർഔന് വന്നിട്ട് അന റബ്ബുക്കുമുൽ ആല, പറയാത്തവരൊക്കെ കൊല്ലും, കുട്ടികളൊക്കെ കൊല്ലാണ്. അപ്പോ മൂസാ നബിന്റെ ഉമ്മയെ പറ്റി അള്ളാഹ് പറയാ, വഅസ്ബഗ ഫുആദു ഉമ്മി മൂസാ ഫാരിഗ. മൂസാ നബിന്റെ ഉമ്മാന്റെ മനസ്സ് അന്യ ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി. ഇൻ ഖാദത്തില തുബ്ദിഹി, അവര് ഒരു പക്ഷേ പറഞ്ഞേക്കുമായിരുന്നു, അള്ളാഹ് പറഞ്ഞ ഈ കാര്യം മറച്ചു വെച്ച് ആ കുട്ടി ചിലപ്പം കൊല്ലപ്പെടുമായിരുന്നു. അള്ളാഹ് ഒരു വഹി കൊടുത്തിട്ടുണ്ട്, ഒരു തോന്നൽ മൂസാ നബിന്റെ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് പറയാ, ലൗലാ അർറബത്തിനാ അലാ ഖൽബിഹാ വലൗലാ അർറബത്തിനാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അവര് മുഅ്മിനീങ്ങളിൽ പെട്ടവരായി തീരാൻ വേണ്ടി അവരെ ഹൃദയത്തിന്, കൽബിന് ഞാൻ ആ ഹൃദയത്തെ റബത്ത എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ഹൃദയത്തിന് നാം ഉറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരത് പറഞ്ഞു പോകുമായിരുന്നു എന്നാണ്. മുഅ്മിനീങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി എന്നുള്ള പറഞ്ഞത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകളിലൊക്കെ ഒരേ ഐക്യം, ഹൃദയത്തിൽ ഒരേ അവസ്ഥ വേണം. അഞ്ചാമത്തത് യഹ്ദി ഖൽബഹു. പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായത്തിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാം, ചില ഹൃദയത്തിൽ ആ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയമായിരിക്കും. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞതാ. എന്താ ഹിദായത്ത് എന്നാൽ? ശരിയായ വഴി, ശരിയായ മാർഗം. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ശരിക്ക് നേരായ ഹിദായത്ത് കിട്ടിയ ഹൃദയമായിരിക്കും. ഹൃദയത്തിന്റെ മേലെ കൈവച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ പറയുന്നവരാ നമ്മൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് കൊടുക്കും. അതാ ഹൃദയത്തിനാ കൊടുക്കുക. എവിടെ ഹിദായത്ത്? ഹൃദയത്തിലാ അവിടെ കിട്ടേണ്ടത്. കയ്യുമലും കണ്ണുമലും കാലുമലും മൂക്കുമലും ഒന്നല്ല, ഹൃദയത്തിനാ കിട്ടുക. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ അതാ, അവിടെയാണ് അല്ലാഹു തആല അത് കൊടുക്കുക. എവിടെയാണിത് പറയുന്ന സ്ഥലം എന്നറിയോ? ചിലപ്പോൾ നമ്മളൊക്കെ വിട്ടുപോകുന്നൊരു സ്ഥലമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ, കേൾക്കണം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്തൊരു മുസീബത്ത് ജീവിതത്തിൽ വന്നാലും, എന്തൊരു ദുരന്തം നിങ്ങളെ തേടി വന്നാലും, എന്തൊരു അപകടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാലും, ഇല്ലാ ബിഇദ്നില്ലാഹ്, എല്ലാം അള്ളാന്റെ തീരുമാനപ്രകാരമല്ലാതെ വരുന്നില്ല. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു മുസീബത്തും വരുന്നില്ല. കേട്ടോളൂ. എന്നാൽ വമൻ യുഅ്മിൻ ബില്ലാഹ്, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവൻ, യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ നാം ഹിദായത്തിലാക്കും. അവന്റെ കൽബ് ശരിയായ വഴിയിലാണ്. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. എന്താണിത് പറഞ്ഞത്? എവിടെയൊക്കെ അത് ചേർത്ത് പറഞ്ഞതറിയോ? മുസീബത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സ്, നമ്മളെ ഹൃദയം പലപ്പോഴും എന്തൊക്കെയുണ്ടോ, നമ്മൾ ആരായിരുന്നാലും ശരി, ഏതവസ്ഥയിലായിരുന്നാലും ശരി, ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കൽബ് മാറിപ്പോകും. ഒരു അപകടം നമ്മളെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മരണവാർത്ത അറിഞ്ഞ്, മരിച്ചു എന്നറിഞ്ഞ് അവര് പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ വീട്ടിൽ കാത്തിരുന്ന്, ബന്ധുക്കളിൽ, അകന്ന ബന്ധുക്കളിൽ പലരുമാണ് ആശുപത്രിയിൽ മോർച്ചറിയുടെ മുന്നിലുള്ളത്. മണിക്കൂറുകൾ കാത്തുനിന്ന് എല്ലാ പ്രൊസീജറും കഴിഞ്ഞ് മയ്യത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ മയ്യത്തിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവർ ഭാര്യയും മക്കളും മാതാപിതാക്കളും ആ വീട്ടിലുള്ളത്. ഒരു മയ്യത്ത് കണ്ട് വീട്ടിലേക്ക് വരുമ്പോ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ച ഉണ്ട്. എന്താണ്? അവിടെ വിലാപങ്ങളാണ്, കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്, അല്ലേ? എന്നിട്ട് പലതും അവർ പറഞ്ഞു പോകും, പല വാക്കുകളും അവർ പറയും.
പലതും അള്ളാഹ് പൊറുക്കാത്ത കാര്യങ്ങളാ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാ. എന്ത് മുസീബത്ത് വന്നാലും ഹൃദയത്തെ ശരിയാക്കി നിർത്താൻ കഴിയണം. ആ ഹൃദയത്തിന്റെ ഉടമയാകണം. ഇല്ലെങ്കിൽ അപകടം എന്താ അറിയോ? എന്താ അപകടം? പറയേണ്ടത് പലതും, കിട്ടേണ്ടത് പലതും കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോകും. മകൻ മരിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്കുണ്ട്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. ഇത് പറയാൻ വാപ്പ മറന്നുപോയി, ഉമ്മ മറന്നുപോയി. അങ്ങനെ മറന്ന ഗതികെട്ട വാപ്പയാകരുത്, ഉമ്മയാകരുത്. നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ മക്കൾക്ക്, ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒന്നാം സ്ഥാനത്തുള്ള പ്രാർത്ഥന സ്വന്തം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. സ്വന്തം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ആ കിട്ടേണ്ട ഉമ്മാന്റെ പ്രാർത്ഥന കിട്ടാതെ വെറും പൊട്ടിക്കരച്ചിലും വിലാപങ്ങളും മാത്രമായി മാറി. ഉമ്മ മറന്നുപോയി പ്രാർത്ഥിക്കാൻ, വാപ്പ മറന്നുപോയി പ്രാർത്ഥിക്കാൻ. ആ വാപ്പാന്റെ പ്രാർത്ഥന കിട്ടേണ്ടിയിരുന്നു, പടച്ചോനെ എന്റെ കുട്ടിക്ക് പൊറത്തു കൊടുക്ക്, പടച്ചോനെ എന്റെ കുട്ടിയോട് കാരുണ്യം കിട്ടു, പടച്ചോനെ. ഈ അവസ്ഥ ഞാനീ പറഞ്ഞ് പൊട്ടിക്കരച്ചിലും വിലാപങ്ങളുമുള്ള വീട്ടില് പറഞ്ഞിട്ടുണ്ടാകുമോ സഹോദരങ്ങളെ? നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്ക്, പറഞ്ഞിട്ടുണ്ടാകുമോ? നമ്മളെ കുട്ടിക്ക് കിട്ടേണ്ട, എന്റെ കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിയാൽ പടച്ചോനെ എന്റെ കുട്ടിക്ക് പുറത്തു കൊടുക്കുന്നു പറയാൻ. അപ്പൊ നമ്മളെ മനസ്സ് മാറി, ചിന്ത മാറി, ഹൃദയത്തിൽ നിന്നുള്ള ഈമാൻ പോയി. പിന്നെ നമ്മൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത്. കിട്ടേണ്ടത് കിട്ടാതെ പോവാ മക്കൾക്ക്. ഉമ്മാന്റെ ആ പ്രാർത്ഥന മക്കൾക്ക് കിട്ടാതെ പോയാൽ ആ ഉമ്മയോളം ഗതികെട്ടമ്മ വേറെ ഉണ്ടോ? എന്തുകൊണ്ടാ അങ്ങനെ ആയത്? എന്തുകൊണ്ടാ അങ്ങനെ ആയത്? ഉണ്ടാകേണ്ടത് ഉണ്ടാകാതെ പോയി, പറയേണ്ടത് പറയാതെ പോയി. അതാണ് സഹോദരങ്ങളെ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥമായ ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തേത് തഖ്വൽ ഖുലൂബാണ്. നബി പലതവണ പറഞ്ഞു അത്തഖ്വ ഹാഹുന, ഇവിടേക്കാ ചൂണ്ടിയത്, ഹൃദയത്തിലേക്കാ ചൂണ്ടിയത്. അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞിട്ട് തലയിലേക്കോ കാലിലേക്കോ ശരീരത്തിലേക്കോ ചൂണ്ടിയില്ല. അത്തഖ്വ ഹാഹുന 3 തവണ ഇവിടെ ഹൃദയത്തിലാണ് തഖ്വ. തഖ്വൽ ഖുലൂബ്, നമ്മളെ കൽബ് തഖ്വയുള്ള ഹൃദയമാകണം. അതിനെന്താ വേണ്ടത്? ഒരൊറ്റ കാര്യം അല്ലാഹ് പറഞ്ഞത്, അല്ലാഹ് വലുതാക്കി വെച്ചതിനെ നമ്മൾ വലുതാക്കി വെക്കണം. അല്ലാഹ് ഗൗരവത്തിൽ പറഞ്ഞതിനെ ഗൗരവത്തിൽ തന്നെ കാണണം, നിസ്സാരമാക്കി കാണണ്ട. നല്ലത് ഭക്ഷിക്കാൻ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കണം. നമ്മളെ ഹൃദയത്തിന് ഭൗതികമായ രൂപത്തിൽ നമ്മൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ശരീരത്തിനുണ്ടാവരുത്. അപ്പൊ ഇപ്പോഴത്തെ പുതിയ കണക്ക് നമ്മളെ താനൂരിനെ കേന്ദ്രീകരിച്ച് സാന്ത്വനം എന്ന് പറയുന്ന നമ്മുടെ ഒരു പാലിയേറ്റീവിൽ മാത്രം മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചവരായ 23 ആളുകളുണ്ട് എന്ന കണക്ക്. കിഡ്നി രോഗം ബാധിച്ചവരും. ബാക്കിയുള്ളത് കണക്കില്ല. ഇതിന് കാരണമായിട്ട് നമ്മൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്, ഒന്ന് ഉറക്കല്ലായ്മ വലിയ പ്രശ്നമെന്നാണ് പറയണത്. ഞാൻ വിശദീകരിക്കേണ്ട എന്തുകൊണ്ടാണ് ഉറക്കല്. ശരിക്കും ഉറങ്ങും ആരെന്നറിയോ? നല്ല ഈമാനുള്ളവന് ദിക്റുദുആക്കെ ചൊല്ലി യശാംസ്കാരൊക്കെ നിസ്കരിച്ചോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓനല്ല അള്ളാഹുൽ തവക്കുലാക്കിയാനാ, ഓനെ ടെൻഷൻ ഉണ്ടാവില്ല, ഉറക്കം പോവില്ല. ഉറക്കം കിട്ടാത്തതിന്റെ മെയിൻ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ടെൻഷനാ. ഒരു മുസ്ലിമിന് അത് ഉണ്ടാകാൻ പാടില്ല. എന്തെന്നെയാണെങ്കിലും അലല്ലാ, അതുള്ളവന് ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഫ്രീ മനസ്സായിരിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പുകവലി വർദ്ധിച്ചു വരുന്നുന്നാ. പിന്നെ ഫാസ്റ്റ് ഫുഡാണ്. ഇതൊക്കെ ഇതിന്റെ കാരണങ്ങൾ പറയണത്. ശ്രദ്ധിക്കണം. റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയിലും ഹലാല് ആയിരിക്കണം, ത്വയ്യിബായിരിക്കണം. നമ്മൾ കാരണം ഒരു തകരാറും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിനെ വലുതാക്കി വെക്കുക, നിസ്സാരാക്കണ്ട. തഖ്വൽ ഖുലൂബാണ് ആറാമത്തത്. ആ തഖ്വൽ ഖുലൂബ് എവിടെ പറഞ്ഞെന്നറിയോ? ആയത്ത് ശ്രദ്ധിച്ചോളി. വമൻ ദാലിക
വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് വമൻ യുഅല്ലിം ശആഇറല്ലാഹ് അല്ലാഹുവിന്റെ ശിആറുകളെ വലുതാക്കി കണ്ടവൻ, അതിനെ വലുതാക്കി വെച്ചവൻ, റബ്ബ് പറഞ്ഞ കാര്യങ്ങളെ വലുതായി കണ്ടവൻ, നിസ്സാരവൽക്കരിക്കാത്തവൻ, ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ആ പറഞ്ഞ കാര്യമാണ് തഖ്വൽ ഖുലൂബ്. അതുണ്ടാകണം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മോശാവസ്ഥകളിൽ നിന്നും നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു ഈമാനും തഖ്വയും പ്രദാനം ചെയ്യട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് റബ്ബ് തന്ന ഹൃദയത്തിന്റെ മിടിപ്പ് നിലക്കുമെന്ന് നമുക്കറിയില്ല. ഈ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മരണാനന്തരമുള്ള നമ്മുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റിത്തരുമാറാവട്ടെ. ഹൃദയത്തിന്റെ എല്ലാ മോശാവസ്ഥകളും അല്ലാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ നേടിയെടുക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി 6 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ രോഗിയായി ഒരല്പം മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ 2 ഡയാലിസിസ് ആണ് നടത്തി വരുന്നത്. സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു സഹോദരനാണ്, വട്ടപൂജ്യമാണ്. 3 പെൺകുട്ടികളാണുള്ളത്, ആൺകുട്ടികളൊന്നും ഇല്ലാത്തൊരു സഹോദരനാണ്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടിയുള്ള കളക്ഷനാണ് നമ്മൾ നടത്തുന്നത്. മനസ്സറിഞ്ഞ് ആ വ്യക്തിയെ സഹായിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക, റബ്ബേ എല്ലാവിധ മാരകമായ രോഗാവസ്ഥകളിൽ നിന്നും എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പൊന്നുമക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് കാവലിനെ കൊണ്ട പടച്ചോണ എന്ന പ്രാർത്ഥനയിൽ ആ സഹോദരൻ നമ്മൾ സഹായിക്കുക. ഒരു സഹോദരൻ്റെ പ്രയാസത്തെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹു തആല നമ്മളെ പ്രയാസം നീക്കിത്തരും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ. اللهم إنا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الأعداء. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.